ഐഡന്റിഫൈ യുവർ ഹുക്സ് ആൻഡ് ലിവ് ഇൻ പ്രസന്റ്. ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായ ശരിക്കും ഇത് എന്താണ് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ തന്നെ ഒരു രണ്ട് സെനാരിയോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് സിറ്റുവേഷൻസ് എന്ന് കണക്ട് ചെയ്ത് പറയാം. ഇപ്പം ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ ആരാണെങ്കിലും വളരെ കഷ്ടപ്പെട്ട് നമ്മുടെയൊക്കെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളെ പല കോഴ്സുകളും കാശ് മുടക്കി പഠിപ്പിച്ച് മിടുക്കന്മാരാക്കി അങ്ങോട്ട് വിടുന്നു. ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പം ഒരു പക്ഷേ ഇതൊരു ഒരു മോനോ ഒറ്റ മോളോ അല്ലെങ്കിൽ ഒരു 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 മോനോ ഒരു മോളോ മോളെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് വീട്ടിലെങ്കിൽ നാട്ടുകാർ സ്വാഭാവികമായിട്ട് എന്ത് പറയും? എൻ്റെ ചോദ്യം ഇതാ ആ പാവം അച്ഛനും അമ്മയോ അല്ലെങ്കിൽ ആ പാവം പേരൻസ് അവരെ പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി അവരിപ്പോൾ ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കുന്നു. പക്ഷെ അവരെ തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ഇത് നിങ്ങളുടെ കുറ്റമാണോ? ഞാൻ പറയും ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേ ഉള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ പെർട്ടിക്കുലർലി പഠിച്ച ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ സ്പോട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ കരിയർ ഓപ്പർച്യൂണിറ്റി ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. ഹാവ് ടു ഗോ സംവെയർ ആൻഡ് ബിൽഡ് എ പാഷൻ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടെ നിൽക്കാതെ ഇവിടെ നിന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഒന്നും അല്ല. അപ്പൊ എന്ത് ചെയ്യും? ആൻഡ് മേക്കിംഗ് എ പേരൻസ് കം വിത്ത് യു. അവരുടെ കംഫർട്ട്സോടെ അവരുടെ റൂൾസ് ഉള്ളിടത്തോട്ട് അവരെ കൂടെ പറിച്ച് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയുന്നത് പോസിബിളും അല്ല. സോ വെദർ ഇറ്റ്സ് സംതിങ് ഗോയിങ് ടു ഹേർട്ട് യു ഇഫ് യു ആർ നോട്ട് പ്ലാനിങ് ഇറ്റ് പ്രാക്ടിക്കലി, നിങ്ങളിത് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ്. സോ ഞാൻ പറയും, എൽഡർ കെയർ ഓർ സപ്പോർട്ടിങ് കെയർ പേരൻസ് ഓൾവേസ് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, ബട്ട് നോട്ട് സംതിങ് നത്തിങ് ലൈക്ക് എ സ്പേസ് ഫോർ പബ്ലിക് ടു ഗോസിപ്പ്. യു ആർ നോട്ട് ലുക്കിംഗ് ആഫ്റ്റർ യുവർ പേരൻസ്. ഈ ഒരു പോസിബിലിറ്റിയിൽ നിങ്ങൾ എന്താ ചെയ്യുക ശരിക്കും? അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇപ്പൊ ഇതിനെ ഞാൻ റിലേറ്റ് ചെയ്ത് പറയുന്ന ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, രേഖ മേഡം എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആളുടെ സ്റ്റോറി ഒരു കുറച്ച് ട്രാജിക് ആണ്. ബിക്കോസ് ഷി വാസ് വർക്കിംഗ് ഇൻ വൺ ഓഫ് ദ എന്താ ഒരു ഐ ടി പ്രൊഫഷണലായിരുന്നു ആൻഡ് വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. ബട്ട് ഷീ സാക്രിഫൈസ്ഡ് ഹർ കരിയർ for the family, I should say. Not only for the parent, but also for the family. രണ്ട് പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മെഡിക്കലാക്കാനും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒക്കെ ഷീ just sacrificed her family, and these people, like even husband and wife, they started living in one of the locations in Kerala. And by the way, she was supporting her father also. Father മാത്രമേ ഉള്ളായിരുന്നു. But finally, trouble started coming into her life. How good. I don't say the full story ഇപ്പോൾ പറയാൻ എനിക്ക് പറ്റത്തില്ലായിരിക്കും. ബട്ട് സ്ലോലി ട്രബിൾ സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻ ടു ലൈഫ്. എല്ലാം ഹിറ്റ് ബാക്സ് ആയിട്ട് മാറാൻ തുടങ്ങി. ഫൈനലി ഫോർ വാട്ട് ഷി ഹാസ് സാക്രിഫൈസ്ഡ് ഹർ സൂപ്പർ കരിയർ, എന്താ പറയണ്ടേ, ഇപ്പൊ ഈ പറഞ്ഞ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്തത് പോലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പം ഷീ ടോട്ടലി ഫോൾഡ് എ പ്ലേസ് ഓഫ് സോൾ ഡിപ്രഷൻ. അങ്ങനെ വന്ന് ഫൈനലി എന്താ എപ്പോഴും പറയാറുള്ളത് തന്നെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം കൗൺസിലർ ഓർ സംവൺ, she just planned and changed her location of her job. ആളെങ്ങനോ സെയിം ഫേമിൽ തന്നെ ആയിരുന്നു. ഷീ ഗോട്ട് ഒരു വർക്കിംഗ് വിസ എടുത്തിട്ട് വന്നോ, ഷീ ജസ്റ്റ് ഷിഫ്റ്റഡ് ടു അടുത്ത പ്ലേസ്, യുഎസിലോട്ട് വന്നോ ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് സ്ലോലി ഷീ ഷിഫ്റ്റഡ് അവർ കിഡ്സ് ഓൾസോ. ആൻഡ് ഷീ ഫൗണ്ട് എ ബെസ്റ്റ് പ്ലേസ് ഫോർ ഹർ ഫാദർ. ആൻഡ് നൗ ഐ നോ, ബിക്കോസ് ഐ ഓഫൺ വിസിറ്റ് ഹർ ഫാദർ, അത്ര ക്ലോസ് ആയിരുന്നു ഈ ഒരു ഫാമിലി ആയിട്ട്. ആൻഡ് ഹി ഈസ് ലിവിങ് ക്വൈറ്റ് ഗുഡ് ഔട്ട്. ഹിസ് ബീൻ സപ്പോർട്ടഡ്, ഹിസ് ബീൻ ടേക്കൻ കെയർ. കാരണം ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ആള് ജീവിക്കുന്ന ഇപ്പൊ അസറ്റ് ഹോംസ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന പോലെ ഒരു എന്താ യങ് അറ്റ് ഹാർട്സ് എന്നൊക്കെ പറയുന്ന ഒരു എൽഡർ കെയറിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അപ്പം ഷീ പെർമനന്റ്ലി ഷിഫ്റ്റഡ് ഹിം ഔട്ട് ദെയർ. ഹിസ് ലിവിങ് സൂപ്പർബ്ലി, ബീൻ ടേക്കൻ കെയർ, visit him often, and she's doing excellently well in her career, and even child rearing also she's doing it quite good. ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ മേക്ക് യൂസ് ചെയ്യാതെ നിങ്ങൾ സാക്രിഫൈസിങ്ങിന് മാത്രം, ട്രഡീഷണൽ വാല്യൂസിന് മാത്രം ഒരുപാട് സപ്പോർട്ട്സ് കൊടുത്ത് പബ്ലിക് ഗോസിപ്പിന് പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട് ഫോർ യു. സോ യു ഷുഡ് ആക്ച്വലി ഫൈൻഡ് ഔട്ട് യുവർ റിയൽ പർപ്പസ്. ആൻഡ് in case of supposed to support your elders,
there are a lot of opportunities nowadays available for this kind of elder care. അതൊക്കെ ഞങ്ങളെപ്പോലൊരു കൺസൾട്ടന്റിനെ ഈസിലി വി ക്യാൻ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു യു. നിങ്ങളുടെ അടുത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ടീസ് ഇല്ല. വി ഗോട്ട് എൻ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ദാറ്റ് നൗഡേയ്സ്.